കർണാടക വനം വകുപ്പ് കുടിയിറക്ക് നോട്ടീസ് കൊടുത്ത കുടുംബങ്ങളെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Edwings, Kerala's favorite study abroad consultant. കർഷകരെ കുടിയിറക്കാൻ അനുവദിക്കില്ലെന്നും പട്ടയം ലഭിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും MP പറഞ്ഞു. നിരന്തരമായ അധ്വാനത്തിലൂടെ ഈ ഭൂമിക ഒരു പൊന്നു വിളയിക്കുന്ന ഭൂമികയാക്കി മാറ്റുകയും ചെയ്ത 18ഓളം വരുന്ന കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ളൊരു നീക്കം കർണാടക ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ആരംഭിച്ചതായും മടിക്കേരി DFO അതിന് നേതൃത്വം കൊടുക്കുന്നതായിട്ടും ശ്രീ റോഷിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രദേശത്തെ കുറേ ആളുകളാണ് എന്നെ വന്ന് അറിയിച്ചത്. കോടതിയെ സമീപിക്കുകയും കോടതി 2 ഗവൺമെൻറ്റുകളും ഇതിനകത്ത് ഇടപെട്ട് ഈ 50 വർഷമായി താമസിക്കുന്ന ഈ കുടുംബങ്ങളെ വഴിയാധാരമാക്കാതെ ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് അവരെന്നെ അറിയിച്ചു. അപ്പോൾ എന്നോട് അതിൻ്റെ കാര്യങ്ങൾ മൊത്തം മന്ത്രി ചോദിച്ചു. ഞാൻ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും അദ്ദേഹത്തിന് കൊടുത്തു. മാത്രമല്ല, ഒരിക്കലും കോൺഗ്രസിൻ്റെ ഒരാൾ പോലും നമ്മുടെ ഭൂമിയിൽ കൈവശാവകാശമുണ്ടല്ലോ, ഏത് ഭൂമിയായാലും ഈ 50 വർഷമൊക്കെ ഭൂമി കൈവശം വെച്ച് അവരധ്വാനിച്ച അധ്വാനത്തിന് അവരെ കുടിയിറക്കി വിടുമ്പോൾ വിടുന്നവരൊരിക്കലും വഴിയാധാരമാകാൻ പാടില്ല. അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഒഴിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് അധികാരത്തിൻ്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇറക്കി വിടാനാണെങ്കിൽ പിന്നെ അവരെങ്ങോട്ട് പോകാനാണ്? അപ്പം മറ്റൊരു മാർഗവും ഇല്ലാതായി തീരും. അതുകൊണ്ട് അവരുടെ ദുഃഖം ഞാൻ ശരിക്കും മന്ത്രിയെ അറിയിക്കുകയും മന്ത്രി പറഞ്ഞു, ഇനി ഗവൺമെൻറ് ഭാഗത്തു നിന്ന് അവരെ ഒഴിപ്പിക്കുന്നൊരു നടപടിയും ഉണ്ടാകത്തില്ലെന്നുള്ളതാണ്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ കുടിയിറക്ക് വിഷയം MPയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും MP കർണാടക വനംവകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുകയുമായിരുന്നു. KC വേണുഗോപാൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തതോടെയാണ് പതിറ്റാണ്ടുകളായി ആറാട്ടുകടവ്, മീന്തുള്ളി എന്നിവിടങ്ങളിൽ വീട് വെച്ചും കൃഷി ചെയ്തും താമസിച്ചു വന്ന കർഷകരെ കുടിയിറക്കുവാനുള്ള കർണാടക വനംവകുപ്പിന്റെ തീരുമാനം പിൻവലിച്ചത്. ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുമോ നോക്കാം എന്നുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അവിടെ നിന്ന് ആവശ്യമായ രേഖകളൊക്കെ വാങ്ങി 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഡൽഹിയിൽ നിന്നും ബഹുമാനായ KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി, കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയുമായി സംസാരിച്ച് കർണാടക സർക്കാരിൽ അതിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കർണാടക ഫോറസ്റ്റ് മന്ത്രി ഈശ്വർ ഖണ്ഡ്രെ എന്നയാളുമൊക്കെയായി വളരെ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ ഭീഷണി ഇവിടെ തൽക്കാലം നിർത്തിവെക്കാനുള്ള തീരുമാനം ഗവൺമെന്റിന് നിർത്തിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ്, കോൺഗ്രസ് പുളിങ്ങോ മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ, KK സുരേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AC പൗലോസ്, സെബാസ്റ്റ്യൻ കണ്ടത്തിൽ, സുരേന്ദ്രൻ P, സാബു കണക്കൊമ്പിൽ, NM മുഹമ്മദ്, വേണുഗോപാൽ ചെഞ്ചേരി, ജായ്സ് കണ്ടത്തിൽ, ജോസഫ് തെക്കേൽ, M കരുണാകരൻ, ബിനോ ചിറ്റാട്ടിൽ, ബൈജു പൊട്ടംപ്ലാക്കൽ, ജോസഫ് കണിയാപറമ്പിൽ, ടോമി ചാത്തംകുന്നേൽ തുടങ്ങിയ നേതാക്കളും MPക്കൊപ്പമുണ്ടായിരുന്നു. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ Edwings തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ്. Edwings, Kerala's favorite study abroad consultant.